നമസ്കാരം. അപ്പോൾ ഇലക്ട്രിസിറ്റിയിലെ തന്നെ വേറൊരു പ്രോബ്ലം നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് വന്ന് ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കില്ല, കുറച്ച് ടഫായിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്താ 4 റെസിസ്റ്റൻസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 10 ഓം 10 ഓം 10 ഓം. പിന്നെ വേറൊരു റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് സീരീസ് കണക്ട് ആണ്, ഒരേ ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ മാർക്ക് ചെയ്യാം എ ബി. ഓക്കെ, അപ്പൊ എ ബി വയറിൽ നോക്കുക, 3 റെസിസ്റ്റൻസ് ഒരേ വയറിൽ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് സീരീസ് കണക്ഷൻ ആയിരിക്കും. അപ്പം 10 ഓം റെസിസ്റ്റൻസ് 3 10 ഓം റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു 10 ഓം റെസിസ്റ്റൻസിന് അതിന് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് നമുക്ക് പേര് കൊടുക്കാം. ഇതിന് R1, R2, R3. ഈ റെസിസ്റ്റൻസിന് R4 എന്ന് എടുക്കാം. അപ്പൊ ഈ 3ഉം സീരീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സീരീസ് റെസിസ്റ്റൻസിന്റെ ഫോർമുല അപ്ലൈ ചെയ്യണം. ടോട്ടൽ സീരീസ് റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത് R is equal to R1 plus R2 plus R3 ആണ് ഫോർമുല. അപ്പൊ ഇത് 3ഉം കൂടെ ആഡ് ചെയ്യുക, എഴുതുക. അപ്പൊ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഓം പ്ലസ് 10 പ്ലസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഓം. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ 3ന്റെയും കൂടെ ടോട്ടൽ റെസിസ്റ്റൻസ് 30 ഓം കിട്ടി. 30 ഓം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡയഗ്രത്തിനെ മാറ്റി വരയ്ക്കണം. ഈ 3 റെസിസ്റ്റൻസിന്റെ ആവശ്യം അവിടെ ഇല്ല. ഇപ്പൊ 3 പകരമായിട്ടാണ് ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുള്ളത്. അപ്പൊ 30 ഓം റെസിസ്റ്റൻസ് 30 ഓം റെസിസ്റ്റൻസിന് അങ്ങനെ വരയ്ക്കുക. അതിന് പാരലൽ ആയിട്ട് ഒരു 10 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ അതിനെ വന്നിട്ട് ബാറ്ററി ആയിട്ട് കണക്ഷൻ ഉണ്ട്, സ്വിച്ച് ഉണ്ട്, കഴിഞ്ഞു. അപ്പൊ ഇവിടെ 30 ഓം ആണ്, ഇവിടെ 10 ഓം ആണ്. ഓക്കെ, ഇത് വന്നിട്ട് R3 ഞാൻ R4 എന്ന് കൊടുത്തിട്ടുണ്ട്, സോറി R4. അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയതിന് R5 എന്ന് എടുക്കുക. നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഡയഗ്രത്തിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വരയ്ക്കുക. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കുക. ഈ R5ഉം R4ഉം പാരലൽ കണക്ഷനിലാണ് കിടക്കുന്നത്. കാരണം ഇവിടെ വന്നിട്ട് വയർ വന്നിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്, അതുകൊണ്ട് പാരലൽ കണക്ഷനാണ്. R4 ആൻഡ് R5 ആർ പാരലൽ കണക്ഷൻ. അപ്പൊ പാരലൽ കണക്ഷന്റെ ഫോർമുല എന്ന് പറയുമ്പോഴത്തേനും 1/R is equal to 1/R1 plus 1/R2 ആണ് ഫോർമുല, ബേസിക് ഫോർമുല. പക്ഷെ ഇവിടെ R1 R2 അല്ല നമ്മൾ എടുക്കേണ്ടത്, ഇവിടെ എടുക്കേണ്ടത് R4ഉം R5ഉം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ R4 എന്ന് പറയുമ്പോഴത്തേനും 1/10 പ്ലസ് R5 എന്ന് പറയുമ്പോഴത്തേനും 1/30. ഇതിന്റെ LC എടുക്കുക, ചെയ്യുക. അല്ലെങ്കിൽ രണ്ടും കൂടെ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 30 × 10 300 വരും. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 30 പ്ലസ് 10 ചെയ്യുക. അപ്പൊ 30 പ്ലസ് 10 വരുമ്പോഴത്തേനും 40/300 വരും. 0 0 ക്യാൻസൽ. 4ഉം 30 കൂടെ ക്യാൻസൽ ചെയ്യാം. 2 ടേബിളിൽ ക്യാൻസൽ ചെയ്താൽ 2 2 2s ആർ ഇവിടെ 15 വരും. അപ്പൊ 2/15 വരും. ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2/15. ഇത് നമുക്ക് കിട്ടിയത് 1/R ആണ് നമുക്ക് കിട്ടിയത്. 1/R is equal to 2/15. അപ്പൊ R is equal to അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 15/2 കിട്ടും. ഈ 15/2 നമ്മൾ ഡെസിമലിൽ എഴുതുമ്പോഴത്തേനും 7.5 വരും. സോ ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 7.5 ഓം എന്നെടുക്കാം. അപ്പൊ നിങ്ങൾക്കൊരു കണക്ഷൻസ് ഇങ്ങനെ കൊടുത്തിരുന്നാൽ അത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നോക്കുക. സീരീസ് ആണെങ്കിൽ സീരീസിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുക, പാരലൽ ആണെങ്കിൽ പാരലലിന്റെ ഫോർമുല അപ്ലൈ ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ചെയ്യുക. Okay.